ടെക് ലോകത്തു നിന്നുള്ള വാർത്തകൾ. 1500 ടെക് ജോലികൾ വെട്ടിക്കുറച്ച് അമേരിക്കൻ ബഹുരാഷ്ട്ര റീറ്റെയിൽ കമ്പനി വാൾമാർട്ട്. ട്രംപിന്റെ താരിഫ് യുദ്ധത്തിന്റെ ബാക്കിയെന്ന് റിപ്പോർട്ട്. വാൾസ്ട്രീറ്റ് ജേർണലിന്റെ റിപ്പോർട്ട് പ്രകാരം ചെലവ് കുറയ്ക്കുന്നതിനും തീരുമാനമെടുക്കൽ കാര്യക്ഷമമാക്കുന്നതിനുമായാണ് വാൾമാർട്ട് 1500 തസ്തികകൾ വെട്ടിക്കുറയ്ക്കുന്നത്. കമ്പനി ആസ്ഥാനത്തെ കോർപ്പറേറ്റ് ജീവനക്കാരെയും മറ്റ് ഓഫീസ് സ്ഥലങ്ങളിലെ ജീവനക്കാരെയും പിരിച്ചുവിടലുകൾ ബാധിക്കുമെന്നാണ് റിപ്പോർട്ട്. വാൾമാർട്ട് ടെക്നോളജി മേഖലയിലെ ജോലികൾ വെട്ടിക്കുറയ്ക്കുന്നുവെന്ന വാർത്ത H-1B വിവാദത്തിന് വീണ്ടും തിരികൊളുത്തി. ലോകത്തിലെ ഏറ്റവും വലിയ റീറ്റെയിലർ സ്വന്തം ലാഭത്തിനായി അമേരിക്കൻ ജോലികൾ വെട്ടിക്കുറയ്ക്കുകയാണെന്ന് ചിലർ ആരോപിച്ചു. അമേരിക്കയിൽ H-1B വിസ ഉടമകളിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാരാണ്, പ്രത്യേകിച്ച് IT മേഖലയിൽ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ലോക ഇലക്ട്രിക് 2-വീലർ വിപണി നയിക്കാനൊരുങ്ങി ഹോണ്ട. 2028ഓടെ ഇന്ത്യയിൽ പുതിയ ഇലക്ട്രിക് ഇരുചക്രവാഹന നിർമ്മാണ പ്ലാന്റ് സ്ഥാപിക്കും. കഴിഞ്ഞ വർഷം നവംബറിൽ ആക്ടീവ ഇ, QC1 എന്നിവ പുറത്തിറക്കിയാണ് ജാപ്പാനീസ് ഇരുചക്രവാഹന ബ്രാൻഡായ ഹോണ്ട ഇലക്ട്രിക് ഇരുചക്രവാഹന മേഖലയിലേക്ക് പ്രവേശിച്ചത്. 2028ഓടെ ഇന്ത്യയിൽ പുതിയ ഇലക്ട്രിക് ഇരുചക്രവാഹന നിർമ്മാണ പ്ലാന്റ് സ്ഥാപിക്കാൻ ഹോണ്ട പദ്ധതിയിടുന്നു. ഇത് ഇന്ത്യയിലെ ഉപഭോക്താക്കൾക്ക് കുറഞ്ഞ വിലയിൽ ഇലക്ട്രിക് ഇരുചക്രവാഹനങ്ങൾ നൽകാൻ ഹോണ്ടയെ സഹായിക്കും. 2028ഓടെ പ്രവർത്തനം തുടങ്ങുന്ന EV പ്ലാന്റിന്റെ ചെലവ് കുറയ്ക്കുകയും ആഗോള വിപണിയിലേക്ക് കയറ്റുമതി ചെയ്യുകയും ചെയ്യും. അതേസമയം പ്ലാന്റിനെക്കുറിച്ച് ഹോണ്ട ഒരു വിവരവും വെളിപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ഇന്ത്യയിലെ ഇലക്ട്രിക് ഇരുചക്രവാഹന വിഭാഗത്തിലെ ഏറ്റവും വലിയ വിപണി വിഹിതം പിടിച്ചെടുക്കാൻ ശ്രമിക്കുമെന്ന് കമ്പനി പറയുന്നു. ആക്ടീവ ഇ, QC1 എന്നിവ നിലവിൽ ഉൽപ്പാദിപ്പിക്കുന്ന കർണാടകയിലെ നരസപുര പ്ലാന്റിന് സമീപത്താണ് പുതിയ പ്ലാന്റ് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. AI ഫസ്റ്റ് വീഡിയോ കമ്മ്യൂണിക്കേഷൻ പ്ലാറ്റ്ഫോമായ ഗൂഗിൾ ബീം ഈ വർഷം അവതരിപ്പിക്കും. സ്റ്റാർലൈൻ സാങ്കേതികവിദ്യയുടെ അടുത്ത അധ്യായമെന്ന് ഗൂഗിളിന്റെ അവകാശവാദം. AI ഫസ്റ്റ് വീഡിയോ കമ്മ്യൂണിക്കേഷൻ പ്ലാറ്റ്ഫോം ഗൂഗിൾ ബീം പുറത്തിറക്കി. 2D വീഡിയോ സ്ട്രീമിനെ 3D വീഡിയോ ആക്കി ഗൂഗിൾ ബീം മാറ്റും. ഈ വർഷം അവസാനത്തോടെ HP-യുമായി സഹകരിച്ച് ഉപഭോക്താക്കൾക്ക് ഗൂഗിൾ ബീം ഉപകരണങ്ങൾ ലഭ്യമാക്കുമെന്നും ഗൂഗിൾ അറിയിച്ചു. ഗൂഗിളിന്റെ സ്റ്റാർലൈൻ സാങ്കേതികവിദ്യയുടെ അടുത്ത അധ്യായമെന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. വിവിധ കോണുകളിൽ നിന്നുള്ള 6 ക്യാമറകളുടെ ഒരു നിരയാണ് ഗൂഗിൾ ബീം ഉപയോഗിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. ഒരു വീഡിയോ മോഡൽ ഈ ദൃശ്യങ്ങളെ തത്സമയം സംയോജിപ്പിച്ച് 3D സൃഷ്ടിക്കുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. UPI ഇടപാടുകൾക്ക് റിവാർഡ് നൽകാനൊരുങ്ങി കേന്ദ്രം. ചെലവാക്കുന്ന ഓരോ 100 രൂപയ്ക്കും ആനുകൂല്യം ലഭിക്കുന്ന പദ്ധതിയാണിത്. ഏകീകൃത പേയ്മെന്റ് ഇന്റർഫേസ് ഉപയോഗിക്കുന്ന ഉപയോക്താക്കൾക്ക് കിഴിവ് നൽകാനാണ് സർക്കാർ തീരുമാനം. പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം UPI ഇടപാടുകൾ ഉപയോക്താക്കൾക്കും വ്യാപാരികൾക്കും കൂടുതൽ നേട്ടമാകും. ക്രെഡിറ്റ് കാർഡുകളേക്കാൾ UPI വഴിയുള്ള പേയ്മെന്റുകൾ നേട്ടമാകുന്ന ഒരു പദ്ധതിയാകും ഇത്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ UPI QR കോഡ് ഇടപാടുകൾ ഏറ്റവും വേഗത്തിലുള്ള വളർച്ച രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുൻ സാമ്പത്തിക വർഷത്തേക്കാൾ 91.5% വർധന. അതേസമയം ക്രെഡിറ്റ് കാർഡ് ഇടപാടുകളുടെ വളർച്ചാ നിരക്ക് വാർഷികാടിസ്ഥാനത്തിൽ 7.94% കുറഞ്ഞു. ഡെബിറ്റ് കാർഡ് 2.7% വളർച്ചയോടെ 991 ദശലക്ഷമായി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ടാറ്റയുടെ SUV-യായ ഹാരിയറിന്റെ EV പതിപ്പ് അടുത്ത മാസം ആദ്യവാരം ഇന്ത്യയിൽ അവതരിപ്പിക്കും. ടാറ്റയുടെ നിലവിലെ ഏറ്റവും ചെലവേറിയതും വലുതുമായ EV ആയിരിക്കും ഇത്. 2025 ഭാരത് മൊബിലിറ്റി എക്സ്പോയിൽ പ്രദർശനത്തിനെത്തിയ ടാറ്റ ഹാരിയർ EV ജൂൺ 3 ഇന്ത്യയിൽ അവതരിപ്പിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. റെഗുലർ ഹാരിയറിന്റെ തലയെടുപ്പിനൊപ്പം ഡിസൈനിലും കടമെടുത്താണ് ഇലക്ട്രിക് പതിപ്പും ഒരുക്കിയിരിക്കുന്നത്. ഒറ്റ ചാർജിൽ 500 കിലോമീറ്റർ ദൂരപരിധിയാണ് പ്രതീക്ഷിക്കുന്നത്. ടാറ്റ ഹാരിയർ EVയുടെ വില 24 ലക്ഷം രൂപ മുതൽ 28 ലക്ഷം രൂപ വരെയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാറിന്റെ മറ്റ് സവിശേഷതകളെക്കുറിച്ച് കമ്പനിയൊന്നും ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. ടാറ്റയിൽ നിന്ന് ഇതുവരെ എത്തിയിട്ടുള്ള ഇലക്ട്രിക് SUV-കളെല്ലാം മികച്ച ഫീച്ചറുകളാണ് നൽകിയിട്ടുള്ളത്. ഹാരിയറിലേക്ക് വരുമ്പോൾ ഫീച്ചറുകളുടെ എണ്ണം വീണ്ടും ഉയരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.